ഇനി ദുഃഖിച്ചിട്ട് എന്താ കാര്യം? മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ. അയാള് നല്ല വെള്ളമായിരുന്നു എന്നാ കേട്ട്. മത്തായി ചേട്ടൻ വന്നിരുന്നെങ്കിൽ അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്നും അറിയായിരുന്നില്ലേ? കൂടുതൽ താല്പര്യം കാണിച്ച് സംശയം തോന്നിപ്പിക്കരുത്. എന്താ മത്തായി ചേട്ടാ വൈകിയത്? എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ആ വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ്. ഒരു സഹായത്തിനും ആരുമില്ല. കുടിയനാണെങ്കിലും കഞ്ഞിക്കുള്ള വക അയാൾ വീട്ടിൽ കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ ആ തള്ളിയും 2 പെൺമക്കളും. കഷ്ടം. വളയം കൈ കിട്ടി കഴിഞ്ഞാൽ ഒരുത്തനും കണ്ണു കണ്ടുകൂടാ, നിർത്താതെ ഓടിച്ചു പോയത്രേ. ടോംസൂട്ടി, വിഷ്ണുവിന് ഭക്ഷണം എടുത്തു കൊടുക്കണം. എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. വിഷ്ണു മതി, ഇനി ആഹാരം കഴിക്കാം. ടോംസൂട്ടിക്ക് അറിയോ, മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് അപകടം എന്ന് വിചാരിച്ചിരുന്നവനാണ് ഞാൻ. എന്നോടൊപ്പം പുറത്തു കറങ്ങാൻ അമ്മയ്ക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്നോ. ബിസിനസിന്റെ തിരക്കൊഴിഞ്ഞിട്ട് അച്ഛൻ ഒരിക്കലും ഞങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞിരുന്നില്ല. അന്നും ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം പാർട്ടി കഴിഞ്ഞിട്ട് ടാക്സി പോവാന്ന് അമ്മ പറഞ്ഞത്. ഞാനതനുസരിച്ചില്ല. മുൻസീറ്റിൽ അമ്മയിരുത്തി അതിവേഗത്തിൽ കാർ ഓടിക്കുന്നത് എനിക്കൊരു ത്രില്ലായിരുന്നു. അന്ന് ഞാൻ അത് തന്നെ ചെയ്തു. വഴിയിൽ അമ്മയെ കൊണ്ടുപോകാൻ മരണം പതുങ്ങി നിൽപ്പുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. വിഷ്ണു, എന്റെ അമ്മ. അരുത് പ്ലീസ്. 2 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അവിടുന്ന് വീട്ടിലെത്തിയ ഞാൻ കണ്ടത് ബെഡ്റൂമിൽ അച്ഛനോടൊപ്പം ഒരു മദാമ്മ. അച്ഛൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒറ്റപ്പെട്ടുപോയി എനിക്ക് ഈ മദ്യക്കുപ്പികൾ കൂട്ടായിടാ. വിഷ്ണു പ്ലീസ് പ്ലീസ്. അമ്മ എനിക്ക് വേണ്ടി വിൽക്കാതെ സൂക്ഷിച്ചിരുന്ന ഈ വീട്ടിൽ വന്ന് കുറച്ചു കാലം താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ വന്ന ഞാൻ കാരണം വീണ്ടും ഒരു അപകട മരണം, വീണ്ടും ഒരു കുടുംബം അനാഥമായി. ഇതാണെന്നെ നശിപ്പിച്ചത്. എനിക്കിനി ഇത് വേണ്ട. വിഷ്ണു എന്തായി കാണിക്കുന്നേ? പ്ലീസ് ഇത് വേണ്ട തോമസൂട്ടി. ഓ, നാളെ തന്നെ നമുക്ക് ആ വീട് വരെ ഒന്ന് പോണം. എനിക്ക് അവരെ ഏതെങ്കിലും വിധത്തിലൊന്ന് സഹായിക്കണം. നമുക്കവരെ സഹായിക്കാം, പക്ഷെ അത് ഉടനെ വേണ്ട. ഈ സമയത്ത് അവിടെ ചെല്ലുന്നത് ബുദ്ധിയല്ല. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആകുമെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് മതി. അതുവരെ ക്ഷമിക്കും പ്ലീസ്. വിഷ്ണുവാ.